السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളായ ആളുകളുടെ അവസ്ഥ പറയുന്ന വചനങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ. തീർച്ചയായും സ്വർഗത്തിൻ്റെ ആൾക്കാർ അവർ ആ ദിവസം സ്വർഗത്തിൽ ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ വളരെ ആനന്ദകരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഹും അവർ വ അസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ നീണ്ട തണലുകളിലായിക്കൊണ്ട് അലൽ അറായിക്കി അലങ്കൃതമായ സോഫകളിന്മേൽ മുത്തക്കിഊന അവർ ചാരിയിരുന്ന് ഉല്ലസിക്കുന്നവരായ നിലയിൽ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു തുടങ്ങിയത്. അവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, വിശ്വാസികളായ ആളുകൾ അവർ മാത്രമല്ല, വിശ്വാസത്തിൽ അവരെ ഫോളോ ചെയ്തിട്ടുള്ള പിൻപറ്റിയിട്ടുള്ള അവരുടെ ഇണകളും അവരോടൊപ്പം സ്വർഗത്തിലുണ്ടാകും എന്ന്. വിശുദ്ധ ഖുർആനിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും ഈ കാര്യം അല്ലാഹു ഉണർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മാത്രമല്ല, റബ്ബിൻ്റെ അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളും അർശിൻ്റെ ചുറ്റുഭാഗത്തുമുള്ളവരായ മലക്കുകളുമൊക്കെ സത്യവിശ്വാസികൾക്ക് വേണ്ടി നിരന്തരമായി ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണെന്നും അവർക്കും അവരുടേതായ പാത പിൻപറ്റിയിട്ടുള്ള സജ്ജനങ്ങളായി അവരോടൊപ്പം ചേർന്നിട്ടുള്ള അവരുടെ സന്താനങ്ങളെയും ഇണകളെയും ഒക്കെ നീ അവരോട് ചേർത്ത് കൊടുക്കണേ അല്ലാ സ്വർഗത്തിൽ എന്ന് മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ വിശ്വാസികളായ ആളുകളും അവരുടെ ഇണകളും ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തക്കിഊൻ എല്ലാം സ്വർഗീയമായ സുഖങ്ങളുടെ ആനന്ദങ്ങളുടെ വിവരണങ്ങളാണ് ഈ വചനങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ഇണകളും എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചന പറഞ്ഞു, നമ്മൾ ദുആ ചെയ്യുന്ന വേളയിൽ വിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അതാണാവട്ടെ പെണ്ണാവട്ടെ തങ്ങളുടെ ഇണകളെ അതുപോലെ തന്നെ സന്താനങ്ങളെ മാതാപിതാക്കളെ ഒക്കെ ഓർക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു അദബാണ്. നമ്മെക്കൊണ്ട് സത്യവിശ്വാസികളായ ആളുകളുടെ ദുആ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സത്യവിശ്വാസികളായ ആ അടിമകൾ അവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താണ്? വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ. നമുക്ക് കേട്ട് പരിചയമുള്ള പ്രാർത്ഥനയാണത്. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് വളരെ ഔദാര്യമായി തരണേ. മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുരിയാതിന ഞങ്ങളുടെ മക്കളിൽ നിന്ന്,
ഖുർറത്ത അയ്യുൻ, കൺകുളിർമ തരണേ. അപ്പോൾ ആ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു മാതൃകയുള്ളത് എന്താണ്? നമ്മൾ നമ്മുടെ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും, മാതാപിതാക്കളുണ്ടാകും, ഇനി ഇണകളുള്ളവരുണ്ടാകും, ഇല്ലാത്തവരുണ്ടാകും, മക്കളുള്ളവരുണ്ടാകും, ഇല്ലാത്തവരുണ്ടാകും. ഏത് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാത്തൊരു പ്രാർത്ഥന നമുക്കുണ്ടാകരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അവരോട് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും നമുക്കുള്ള കടമയാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് മാതാപിതാക്കളോട് കടമയുള്ളത്, അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവരോടുള്ള കടമയാണ്. അവരോട് നമ്മൾ ചെയ്യുന്ന ഒരു ബിർറാണ്, ഒരു ഇഹ്സാനാണ്. അവരോട് ഏറ്റവും നല്ല നിലക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു അദബാണ് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും സൂചനയിൽ നമ്മൾ പറയാറുണ്ട്, നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞു പോയ ആളുകളെയൊക്കെ നമ്മൾ പലപ്പോഴും പല ഘട്ടങ്ങളിലായി ഓർക്കുമെന്ന്. ഇത് നമ്മൾ മറക്കാതിരിക്കാനാണ് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ സംസാരങ്ങളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മുടെ ഇടയ്ക്കുള്ള സംസാരങ്ങളിലൊക്കെ ഓർമ്മ വരുമ്പോൾ ഓർക്കുമ്പോഴെല്ലാം അവരെക്കുറിച്ചുള്ള മറ്റു വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ഓക്കെ, അതൊന്നും തെറ്റൊന്നുമല്ല, നല്ലതേ പറയാവൂ എന്ന് മാത്രം. അതൊക്കെ തീർന്ന് അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു. നമ്മുടെ ഉമ്മാനെ പറയുമ്പോൾ, നമ്മുടെ ഉപ്പാനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ബന്ധുപുത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയത് അവരെ നമ്മൾ ഓർക്കുമ്പോൾ, ഇനി അല്ലാത്തവരാണെങ്കിലും സത്യവിശ്വാസികളുടെ സ്വഭാവം തന്നെ എന്താണ്? കുടുംബ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ അവർ പ്രാർത്ഥിക്കുക. വല്ലദീന യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. കണ്ടോ, ഞങ്ങളുടെ മുമ്പ് ഞങ്ങളെക്കാൾ വിശ്വാസം കൊണ്ട് മുൻകടന്നു പോയിട്ടുള്ള ആളുകൾ, അത് നമ്മുടെ കുടുംബ ബന്ധമുള്ളവരുണ്ട്, അല്ലാത്തവരൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ പുറത്തു കൊടുക്കണേന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്നുണ്ട്. അപ്പം അതിലെന്തായാലും നമ്മുടെ മാതാപിതാക്കൾ കടന്നു വരണം. അവർ ജീവിച്ചിരിക്കുമ്പോഴും അവർ മരണപ്പെട്ട് കഴിഞ്ഞാലുമൊക്കെ ദുആയിലുണ്ടാകണം. അതേപോലെ ഇണകളുള്ളവർ അവരുടെ ഇണകളുടെ കാര്യം പ്രത്യേകം പറയണം. അതേപോലെ തന്നെ മക്കളുടെ കാര്യം പറയണം. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകൾ അയവിറക്കിയ ബലിപെരുന്നാളിൻ്റെ ശേഷമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ സംഗമിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകളുടെയൊക്കെ മാതൃകകൾ നമ്മൾ കേട്ടവരാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഏറ്റവും ഗുരുതരമായ പാപമായ ശിർക്ക് എന്നിൽ വരരുതേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ പറഞ്ഞത് എൻ്റെ സന്താനങ്ങളെയും അതിൽ നിന്ന് അകറ്റണേ എന്നാണ്. നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞത് എൻ്റെ സന്താനങ്ങളിൽ നിന്നും അങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവരെ ഉണ്ടാക്കണേ എന്നാണ് പറഞ്ഞത്. നിനക്ക് യഥാർത്ഥമായി നിനക്ക് മുസ്ലിമായി ജീവിക്കുന്ന മുസ്ലിമായി എന്നെ ആക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞത് വമിൻ ദുരിയത്തിന ഉമ്മത്തം മുസ്ലിമത്തല്ലക്കാന, ഞങ്ങളുടെ സന്താന പരമ്പരങ്ങളിൽ നിന്നും അങ്ങനെ ഉണ്ടാവണം എന്ന്. അപ്പോൾ നമ്മുടെ മുൻഗാമികളും ശേഷക്കാരുമായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും അപ്പുറം വലിയ മഹത്വമുള്ളതാണ്. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും അതിന് മഹത്വമുണ്ട്. കാരണം നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നിന്റേതായ സമീപത്ത് അള്ളാഹു പ്രത്യേകം ഏർപ്പാട് ചെയ്തിട്ടുള്ള ഒരു മലക്ക് നീ ദുആ ചെയ്യുന്ന ദുആക്കൊക്കെ ആമീൻ ആമീൻ എന്ന മലക്ക് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, വലക ബിമിസ്ൽ, ആ ചോദിച്ചതുപോലെയുള്ള ഖൈറ് നിനക്കും അള്ളാഹു തരട്ടെ എന്ന് ആ മലക്ക് എക്സ്ട്രാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുകൂടിയുണ്ട് എന്നാണ് ആര് പറയുന്നത്? മഹാനായ മുത്ത മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മളൊക്കെ എത്രത്തോളം ദുആയുടെ വേളകളിൽ ഇതൊക്കെ ഓർക്കാറുണ്ട്. മാതാപിതാക്കളെ ഓർക്കാത്തൊരു ദുആ, മക്കളെ ഓർക്കാത്തൊരു ദുആ, അതേപോലെ തന്നെ തൻ്റെ ഇണകളെ ഓർക്കാത്ത ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ, ഭർത്താവാണെങ്കിൽ ഭാര്യയെ ഒക്കെ ഓർക്കാത്തൊരു ദുആ, അതതിൻ്റെ ഒരു പൂർണ്ണമായൊരു രീതി അതിന് എത്തില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിലത് വേണം. കാരണം എന്താ? നമ്മുടെ ആഗ്രഹം എന്താണ്? എല്ലാവരും സ്വർഗത്തിൽ വേണമെന്ന്. എല്ലാവരും, അതുകൊണ്ടത് പറയണേ, എല്ലാവരും സ്വർഗത്തിൽ വേണമെന്നാണ്. ഹും വഅസ്വാജുഹും
എല്ലാവരും വേണം, നമ്മുടെ മക്കളും വേണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അത് ദുരിയാത്തിനെ ചേർത്ത് കൊടുക്കും, ഇണകളെ ചേർത്ത് കൊടുക്കും, ആബായിനെ ചേർത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഇവരൊക്കെ നമ്മുടെ കൂടെ സ്വർഗത്തിൽ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനൊക്കെ ഇവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടണം? മഗ്ഫിറത്ത് കിട്ടിയാലല്ലേ ജന്നത്തിൽ ഇടം കിട്ടൂ. ജന്നത്തിൽ നമുക്ക് ഇടം കിട്ടണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായി എന്ത് വേണം? പാപങ്ങളെങ്കിലും പൊറുക്കപ്പെടണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ജന്നത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടൂ എന്ന് പറയുന്നതിൻ്റെ മുമ്പേ പറയുന്നത് എന്താണ്? മഗ്ഫിറത്തിലേക്ക് ധൃതി കൂട്ടൂ എന്നാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ പിന്നെയാ പറയുന്നത്. ശ്രദ്ധിക്കണം ആ പ്രയോഗം. വസാരിഉ, നിങ്ങൾ തിരക്ക് കൂട്ടൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടൂ. കാരണം അത് കിട്ടിയാലേ വജന്നത്തിൻ, സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കൂട്ടൂ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം എന്ന് അല്ലാഹു പറയുന്നത്. അപ്പം എന്തിൻ്റെയും ബേസ് മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് കിട്ടണമെങ്കിൽ ഇബ്രാഹിം നബി ചോദിച്ചതുപോലെ ശിർക്കിൽ നിന്ന് ഒഴിവാകണം. കാരണം ഏതു പാപങ്ങളും ഒരു വേള അള്ളാഹു പുറത്തേക്കാം. പക്ഷേ ശിർക്ക് ചെയ്ത് ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചു പോകുകയാണെങ്കിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് പുറത്തു കൊടുക്കൂല, പിന്നെ അവന് നരകമാണ്. അപ്പം നരകത്തിലെത്തിപ്പെടാതെ കുടുംബസമേതം നമുക്ക് സ്വർഗത്തിലെത്തണം എന്ന മോഹം മാത്രം ഉണ്ടായാൽ പോരാ. നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനാ വേളകളിലൊക്കെ ആ ഒരു ആഗ്രഹം പൂവണിയേണ്ട ആവശ്യാർത്ഥം എന്തൊക്കെ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, ഇണക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ അതൊക്കെ നമ്മുടെയും പ്രാർത്ഥനകളിൽ കടന്നു വരണം. ഇതൊരു വസിയത്തായിട്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് ആവശ്യമാണ്. വെറുതെ എനിക്ക് കുടുംബസമേതം സ്വർഗത്ത് പോകണം, എൻ്റെ അമ്മി ബാപ്പിയൊക്കെ വേണം, എൻ്റെ മക്കളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന സാർത്ഥകമാകുന്ന നിലക്ക് എന്ത് വേണം? ജീവിച്ചിരിക്കുന്ന എൻ്റെയും എൻ്റെ മക്കളുടെയും ഇണയുടെയും പ്രവർത്തനങ്ങൾ കൂടി അതിനോട് യോജിച്ചു വരുന്ന നിലക്കാവണം. കേവലം പ്രാർത്ഥന കൊണ്ട് ആരെങ്കിലും സ്വർഗത്ത് പോകുമോ? പോവില്ല. നമ്മുടെ വ്യാമോഹം കൊണ്ട് സ്വർഗത്തിൽ പോകുമോ? ഇല്ല. അതിന് അമല് വേണം. അപ്പം അതിനുള്ള അമലുകളും ഇതൊക്കെ കൂടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം, അതിനു വേണ്ടിയുള്ള ആഗ്രഹവും വേണം, സത്യപാതയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനുള്ള ജാഗ്രതയും വേണം. അതൊക്കെ മനസ്സിലിങ്ങനെ വെച്ച് അള്ളാഹുവിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് കാരുണ്യവാനല്ലേ, അവൻ്റെ നമ്മളെ അമലൊന്നും കൂടുതലില്ലെങ്കിലും അവൻ്റെ ഫളല് കൊണ്ട് നമുക്ക് അവൻ്റെ സ്വർഗത്തിലേക്ക് അവൻ പ്രവേശനം തന്നേക്കും. ആ പ്രതീക്ഷയോടെ, ആ പ്രാർത്ഥനയോടെയാണ് നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത്. ഇവിടെ അള്ളാഹു പറയുന്നതാണ്, ഹും അവരും അസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ തണലുകളിലായി അലൽ അറായിക്ക് മുത്തക്കിഊൻ, അവരിങ്ങനെ ചാരിയിരുന്ന് ഉല്ലസിക്കുന്നവരാണ്. ഈ വിശ്വാസികളായ ആളുകൾ ഇണകൾക്ക് പുറമേ, അവരവരുടെ സ്വകാര്യതയ്ക്ക് പുറമേ അവരുടേതായ കൂട്ടുകാരുടെ കൂടെ ചാരിയിരുന്ന് ഉല്ലസിക്കുന്ന വർത്തമാനമൊക്കെ സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ആ സമയത്ത് അവരിങ്ങനെ ഓർമ്മകൾ അയവിറക്കുമെന്നൊക്കെയാണ് ഖുർആൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത് വലിയ ഭാഗ്യമാണ്. നമ്മളെ പഴപ്പിക്കാനും തെറ്റിക്കാനും ഒക്കെ എത്ര ആളുകളാണ് വന്നിരുന്നത്. അല്ലല്ല എന്ന് പറയാനും റസൂലിനെ കളിയാക്കാനും അങ്ങനെ നിഷേധികളായ ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മളെയും കൂടെ ചേർക്കാൻ വേണ്ടി എത്ര ആളുകളാ പിന്നെ വലിയ അധ്വാനങ്ങൾ അധ്വാനിച്ചിരുന്നത്. അള്ളാഹ് നമ്മളൊക്കെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് നമ്മളിവിടെ സ്വർഗത്തിലെത്തി എന്നൊക്കെ അവർ പരസ്പരമുള്ള സംസാരങ്ങളിൽ പങ്കുവെക്കുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എനിക്കിന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ എന്നെ ഒരുപാട് പഴപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ അള്ളാഹ് രക്ഷപ്പെടുത്തിയതാണ് എന്നിങ്ങനെ പറയും എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വർഗീയമായ ആനന്ദത്തിൽ ഖുർആൻ പലയിടത്തും എടുത്തു പറയുന്നൊരു സംഗതിയാണ് ആ ഒരുമിച്ച് കൂടിയിരുന്നിട്ടുള്ള ഇണയും മക്കളൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ഉല്ലാസവും ആ സംസാരങ്ങളും, അതുപോലെ തന്നെ തൻ്റേതായ ആ ഫ്രണ്ട്സുകളും കൂട്ടുകാരും ഒക്കെ ഒന്നിച്ചിരുന്നിട്ടുള്ള ആ സംസാരങ്ങളും പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഏറ്റവും സുലഭമായ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വർഗീയമായ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു. നമ്മൾ ദുആ ചെയ്യണം, എപ്പോഴും സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു സെക്കൻഡ് പോലും നരകം നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ഇടവരരുത്. ഞാൻ എപ്പോഴും ഏത് ക്ലാസ്സിലും പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 4-5 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടാവരുത്. ഒന്ന്, നമുക്ക് മൂമിനായി മരിക്കാൻ പറ്റണം. നല്ലൊരു മരണം തരണേന്ന് നമ്മൾ ദുആ ചെയ്യാത്തൊരു ദുആ ഉണ്ടാവരുത്.
ഹുസ്നുൽ ഖാത്തിമത്ത് തരണേ അല്ലാ, സൂൽ ഖാത്തിമത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയാത്തൊരു ദിവസം ഉണ്ടാവരുത്. 2, മരണവേദന ലഘൂകരിക്കണേ എന്ന്. കാരണം മുത്ത് മുസ്തഫാക്ക് പോലും അസഹനീയമായിരുന്നു മരണത്തിൻ്റെ വേദന. ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് വലിയ വേദന ഉണ്ടല്ലോ എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂജയിലെ തണുത്ത വെള്ളത്തിലേക്ക് കൈ ഇങ്ങനെ മുക്കിയിട്ട് മുഖത്തിങ്ങനെ തടവിയെന്നാണ് പ്രവാചകൻ ക്ഷീണവും വേദനയൊക്കെ കുറക്കാൻ നേരത്ത്, എപ്പോൾ റൂഹ് പോണ നേരത്ത്, മൗത്തിൻ്റെ സമയത്ത്. എന്നിട്ടാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്, ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്, മരണത്തിന് വലിയ വേദന ഉണ്ട്, അതിന് വല്ലാത്തൊരു വേദനയാണ് എന്ന് പറയുന്നത് ലോകം കണ്ട നേതാവാണ്. അപ്പം നമ്മൾ എത്രത്തോളായിരിക്കും അത്, റബ്ബേ നീ അത് ലഘൂകരിച്ച് തരണം. ഇത് പറയാത്തൊരു ദിവസവും പ്രാർത്ഥന ഉണ്ടാവരുത്. ഞാനിത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും ആളുകൾക്കുണ്ട് ഒരു പ്രാർത്ഥിച്ച് കുഴങ്ങി എന്നൊരു തോന്നൽ. ഇനി എന്താ ചോദിക്കേണ്ടതെന്നറിയാതെ, ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ഇനി ചോദിക്കേണ്ടത് എന്നൊക്കെ അറിയാതെ ആളുകൾക്കുണ്ട് ഒരു അലസരാവൽ. ഒരു സമയത്തും നിങ്ങളതിന് അലസരാവണ്ട. ഇതൊക്കെ പ്രധാനമായി കരുതിക്കോളൂ. നല്ലൊരു മരണം തരണേ, മരണവേദന ലഘൂകരിക്കണേ, പോയിട്ട് കിടക്കാനുള്ള ഖബർ സ്വർഗത്തോപ്പാക്കണേ, സ്വർഗത്തോപ്പാക്കണേ എൻ്റെ ഖബർ. അയാൾ പറയുമ്പോൾ ആ രൂപത്തിൽ തന്നെ കൃത്യമായി സ്വർഗീയമായ സ്വർഗം ഒന്നുകിൽ നരകക്കുണ്ടാണ്, അല്ലെങ്കിൽ സ്വർഗത്തോപ്പാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. 4, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയാത്തൊരു ദിവസം ഉണ്ടാവരുത്. നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. അത് പറയുമ്പോൾ നമ്മളെ ഭാര്യനെ, നമ്മുടെ മക്കളെ, ബാപ്പാനെ, ഉമ്മാനെ എല്ലാവരും മനസ്സിൽ കരുതി അല്ലാഹുമ്മ അജിർനി വാജിർ വാലിദി വാജിർ സൗജത്തി വാജിർ ദുരിയത്തി എന്നൊക്കെ പൂട്ടി പറയാം. മിനന്നാർ, നരകത്തിയിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ. അതിൻ്റെയൊക്കെ പുറമെ ദുന്യാവിരിഞ്ഞ് മരിക്കോളം ജീവിക്കണമല്ലോ. ഈ ജീവിക്കുന്ന കാലത്ത് റബ്ബേ ആഫിയത്തുള്ളൊരു ദീർഘായുസ് നീ എനിക്ക് തരണേ എന്നും പറയാം. ഇതൊക്കെ പ്രാർത്ഥിക്കാത്തൊരു ദിവസം നമ്മുടെ പ്രാർത്ഥനകളിൽ കഴിഞ്ഞു പോകരുത്. കാരണം ഇതൊക്കെ ഉണ്ടായാലേ നമുക്ക് സ്വർഗത്തിലെത്താനും ആ നിലക്കുള്ള അന്ത്യം നന്നാവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ആനന്ദങ്ങളൊക്കെ പറയുന്നിടത്ത് അള്ളാഹു ഇണകൾ, മക്കൾ, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഒരവസ്ഥ നമുക്ക് കിട്ടുവാൻ ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരണം. പിന്നെ അള്ളാഹു പറയുന്നത് എന്താണ്? പിന്നെ കഴിഞ്ഞ അവസരത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, അവിടെ അവിടെ അസ്വാജ് എന്ന് പറയുമ്പോൾ അതിൽ ഹൂറികളായ സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ ദുന്യാവിലുള്ള ഭാര്യമാരും ഉണ്ട്. അപ്പോൾ ആ നിലക്ക് അവിടെയൊക്കെ പിന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവാത്തൊരു ലോകമാണല്ലോ. അവിടെ എന്താണോ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ കിട്ടുന്നൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾക്കും ഇടയില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പുരുഷന്മാർക്ക് ഹൂറികളെ പറയുന്നുണ്ട്, സ്ത്രീകൾക്കത് പറയുന്നില്ലല്ലോ, അതൊരു വിവേചനമല്ലേ എന്ന്. അല്ല, കാരണം സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അതുപോലെ തന്നെ ദുന്യാവിലുള്ള ഇണകളെ കിട്ടുമോ, അതുപോലെ തന്നെ കുറേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഏത് ഭർത്താവായിരിക്കും, അതല്ലെങ്കിൽ കുറേ സ്ത്രീകളെ കല്യാണം കഴിച്ച് ഏത് ഭാര്യയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പലയിടത്തും പണ്ഡിതന്മാർ നടത്തുന്നൊക്കെയുണ്ട്. ഇപ്പം 2 തവണ വിവാഹം കഴിക്കപ്പെട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവസാനം മരിക്കുന്ന സമയത്തുള്ള ഭർത്താവായിരിക്കുമോ കൂടെ സ്വർഗത്തിൽ? ആ വക ചർച്ചകളൊക്കെ സത്യത്തിൽ പണ്ഡിത ലോകത്തതൊക്കെ ചർച്ചകൾ ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു ഖണ്ഡിതമായ ഹദീസോ ആയത്തോ ഒന്നും ഇല്ലാത്തിടത്തോളം അത്തരം ചർച്ചകൾ അപ്രസക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞതെന്താണ് സ്വർഗത്തിൽ? പിന്നെ ഇനി അതിലെല്ലാം അടങ്ങിയല്ലോ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട്. അള്ളാഹു പറയാണ് വലക്കും, നിങ്ങൾക്ക് ഫീഹാ സ്വർഗത്തിലുണ്ട് മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ ശരീരം മോഹിക്കുന്നതൊക്കെ അവിടെ ഉണ്ട്. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ മനുഷ്യൻ എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ, എന്തൊക്കെ കൊതിക്കുന്നുണ്ടോ അതൊക്കെ കിട്ടുന്ന ലോകമാണ് സ്വർഗം. അതേപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുനു, കണ്ണുകൾക്ക് വളരെ ആനന്ദകരമായത്, മനുഷ്യ മനസ്സുകൾക്ക് വളരെ കൊതി തോന്നുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ എങ്ങനെ ആദ്യത്തെവരായിരിക്കോ രണ്ടാമത്തേവരായിരിക്കോ, കല്യാണം കഴിഞ്ഞവരൊക്കെ എന്തെങ്കിലും, കല്യാണം കഴിയാത്തവരെങ്ങനെ, ഈ വക ചർച്ചകളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ചർച്ചകളൊക്കെ അപ്രസക്താണ്. മറിച്ച് എന്തേ വേണ്ടു? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എന്ത്? നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഒരാൾക്ക് ഒരു ആശിച്ചിട്ടൊരു കാര്യം കിട്ടാതിരിക്കൂല. എന്താണ് അയാൾക്ക് ആശ? അത് മുഴുവനും എവിടെ ഉണ്ട്? സ്വർഗലോകത്തിലുണ്ട്. അതിലെല്ലാ സംശയങ്ങൾക്കും മറുപടിയുണ്ട്.
ആണ് നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയാണ്, ലഹും ഫീഹാ ഫാക്കിഹത്തും വലഹും മാ യദ്ദഊൻ. ലഹും അവർക്കുണ്ട് ഫീഹാ ആ സ്വർഗത്തിൽ, അവർക്ക് ആ സ്വർഗത്തിലുണ്ട് ഫാക്കിഹത്തുൻ ഫലവർഗങ്ങളുണ്ട്, പഴവർഗങ്ങളുണ്ട്. നല്ല കഴിക്കാൻ ആനന്ദകരമായ നിലക്കുള്ള അത്തരത്തിലുള്ള ഭക്ഷണങ്ങളായ പഴവർഗങ്ങൾ അവർക്ക് ആ സ്വർഗത്തിലുണ്ട്. വലഹും അവർക്കവിടെ ഉണ്ട് മാ യദ്ദഊൻ, അവരെന്താവശ്യപ്പെടുന്നുവോ അതൊക്കെ അവിടെയുണ്ട്. യദ്ദഊൻ എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെയുണ്ട്. ഇത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ലഹും ഫീഹാ ഫാക്കിഹ എന്ന മൊത്തത്തിൽ വ്യാപകമായ അർത്ഥം വ്യാപകമായൊരു പ്രയോഗമാണ് എന്ത് ചെയ്തത് അള്ളാഹു പ്രയോഗിച്ചു. ലഹും ഇന്ന ഫാക്കിഹത്ത് എന്ന് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ മിൻ ജമീഇ അൻവാഇഹ, ഏതൊക്കെ ഫ്രൂട്ട്സ് വേണോ അതൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ അവിടെ ഉണ്ട്. അത്തൻകീറു ഹുനാ യഅനി ലിത്തഅളീമി ഫിൽ ഫാക്കിഹ. ലഹും ഫീഹാ ഫാക്കിഹ യഅനി അളീമ, ധാരാളം വലിയ വിധത്തിൽ. പിന്നെ ഖുർആൻ പറഞ്ഞല്ലോ സൂറത്തുൽ ബഖറയിൽ 25-ാമത്തെ ആയത്തിൽ, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹാ. അവർക്ക് അവിടെയുള്ള പലവർഗ്ഗങ്ങൾ നൽകപ്പെടുമ്പോഴൊക്കെയും അവർക്ക് പറയും, ഇതല്ലേ ഇപ്പം മുമ്പ് കിട്ടിയത്. വഉതൂ ബിഹി മുതശാബിഹ, പരസ്പരം സാദൃശ്യമായിട്ട് അവർക്ക് ഇങ്ങനെ നൽകപ്പെടുന്നു. അവിടെ ഫീഹ ഖൗലാനി, 2 വ്യാഖ്യാനം ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, അവർക്ക് മുമ്പ് കിട്ടിയതിനോട് പിന്നെ സാദൃശ്യമുണ്ടല്ലോ എന്നുള്ള മുമ്പ് കൊണ്ട് ഉദ്ദേശം ദുന്യാവിൽ അവർക്ക് കിട്ടിയ പഴങ്ങൾ തന്നെയാണല്ലോ എന്ന് തോന്നിപ്പോകും എന്നതാണത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മറ്റൊന്ന്, തൊട്ട് മുമ്പ് അവർ സ്വർഗത്തിൽ നിന്ന് തന്നെ മുമ്പ് കഴിച്ച അതേപോലെ തന്നെ തോന്നുന്ന നിലക്ക് വേറെ വീണ്ടും കിട്ടുന്നു, എന്നാലോ കഴിക്കുമ്പോഴൊക്കെ വ്യത്യസ്തമാണ്. എല്ലാം എന്ത് മുത്തശാബിഹ് തശാബുഹ് ആ പഴവർഗ്ഗങ്ങൾക്കിടയിൽ അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒക്കെ അവർ എപ്പോഴും ഏതൊന്നിൻ്റെ രുചി അവരനുഭവിച്ചാലും ഏതൊരു വിധത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ അവരവിടെ ആസ്വദിക്കുമ്പോഴൊക്കെ അവർക്ക് എന്തായിട്ടാണ് തോന്നുക? അത് ജദീദൻ, ഒക്കെ ഫ്രഷ്, വേറൊരു ടേസ്റ്റാണ്. ഒന്നൊന്നിനോട് എന്തില്ല, സാദൃശ്യമില്ല, ഫലത്തിൽ അങ്ങനെ തോന്നുകയാണ്. പക്ഷെ ഒക്കെ അതാണ് സ്വർഗം. എങ്ങനെയാണ് അത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്? ഒന്നിനായിട്ട് മനുഷ്യനൊരു മടുപ്പോ ഒന്നും തോന്നാത്ത നിലക്ക് ഒക്കെ വ്യത്യസ്തങ്ങളാണ്. അതാണ് ലഹും ഫിഹ ഫാക്കിഹ എന്ന് പറയാൻ കാരണം. മൊത്തം എല്ലാ വിധത്തിലുള്ള ഫ്രൂട്ട്സുകളും അവിടെയുണ്ട്, ഫലവർഗ്ഗങ്ങളും അവിടെയുണ്ട് എന്നാണ്. മാത്രല്ല, ഈ ഫാക്കിഹത്തിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ആനന്ദകരമായ ഒരു സുഖത്തിന് കഴിക്കുന്നൊരു പിന്നെ ഭക്ഷണമായിട്ടാണ് ഫാക്കിഹത്ത് എന്നുള്ള പ്രയോഗം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. വകുല്ലു ഉകുലി അഹ്ലിൽ ജന്ന ഫാക്കിഹ, സ്വർഗക്കാരെന്ത് കഴിക്കുന്നുണ്ടോ അതൊക്കെ ഫാക്കിഹത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഫാക്കിഹത്തിൻ്റെ ഇനം എന്ന് പറഞ്ഞാൽ ആനന്ദകരമായിട്ടാണ് അവരിത് കഴിക്കുക, ആനന്ദത്തിന് കഴിക്കുകയാണ്. അല്ലാതെ ദുന്യാവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനാ? വെള്ളം കുടിക്കുന്നതിനാ? വിശപ്പ് മാറാൻ, ദാഹം മാറാൻ. അതിന് സ്വർഗത്തിൽ വിശപ്പ് വേണ്ടേ? വിശപ്പുണ്ടാകാൻ പാടില്ലല്ലോ. വിശപ്പ് എന്ന് പറയണത് ഇല്ലല്ലോ അവിടെ. പിന്നെ ദാഹമുണ്ടോ? ദാഹമില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ്? ലിഅന്നഹും യഅകുലൂനഹു അലാ സബീലി തഫക്കുഹി ലാ അലാ സബീലിൽ ഹാജതി വല്ലറൂറ. ദുന്യാവിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ ഒരു ആവശ്യാർത്ഥമോ ഒരു നിർബന്ധിത സാഹചര്യത്തിലോ ഒന്നുമല്ല. സ്വർഗക്കാർ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഭക്ഷണം കഴിക്കലും അവർക്കൊരു ആനന്ദമാണ്, അതും അവിടുത്തെ ഒരു ആനന്ദത്തിൽപ്പെട്ടതാണ്. അത് ആവശ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ അവർക്കെല്ലാം കഴിക്കാൻ തോന്നുകയും ചെയ്യും. കാരണം അതൊരു സുഖമാണ്, അതൊരു ആനന്ദമാണ്. വലിഹാദാ യഅകുലുൽ ഇൻസാനുൽ ഉക്ൽ വയഖ്റുജു ഹാദൽ അക്ൽ വയഖ്റുജു ഹാദൽ ഉക്ൽ. മനുഷ്യൻ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അവിടെ ബൗലും വായുത്തൊന്നുമില്ലല്ലോ. ഇവിടെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് വിസർജ്യങ്ങളില്ലേ? മൂത്രമായിട്ടും കാഷ്ടായിട്ടും ഒക്കെ അത് വേസ്റ്റിലേക്ക് പോകും.
പരലോകത്തിൽ അതില്ലല്ലോ. അവിടെ കാഷ്ടം മൂത്രമൊന്നുമില്ലല്ലോ. മനുഷ്യന്മാർക്കൊക്കെ എല്ലാവരും മുത്തഹറ, അവർക്ക് ആ നിലക്കുള്ളതൊന്നുമില്ല. പിന്നെയോ അവിടെ എന്താ പറയുന്നത്, ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, അവരിൽ നിന്ന് പുറത്തേക്ക് വരിക ഒരു വിയർപ്പ് പോലെ എന്തോ ഒരു പ്രത്യേകമായൊരു വസ്തുവായിരിക്കും. അത് തന്നെ. അപ്പോൾ വിയർപ്പുണ്ടാകാൻ പാടുണ്ടോ? വിയർപ്പിന് ദുർഗന്ധല്ലേ. അത്യബു മിൻ റീഹിൽ മിസ്കീൻ, കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമായ നിലക്കുള്ള ഒരു തരം വിയർപ്പിലൂടെയാണ് അവരുടെ ഭോജ്യങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തേക്ക് അതിൻ്റെ വിസർജ്യങ്ങളായി പോകുന്നത്. അല്ലാതെ അവിടെ കാഷ്ടമൂത്രമൊന്നുമില്ല. എന്താ സ്വർഗം എന്ന് നമുക്ക് നിരൂപിക്കാൻ കഴിയാത്തതാണ് എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അത്ര ആനന്ദത്തിൻ്റെ, നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ചിന്തിക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയരുതല്ലോ. അല്ലേ പറഞ്ഞത്, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിലും ഇന്ന് വരെ ചിന്തിക്കാൻ പോലുമായിട്ടില്ലാത്തത്. അതാണല്ലോ സ്വർഗം. അപ്പം അതുകൊണ്ട് തന്നെ അതാണ്. പിന്നെ അപ്പം ആ നിലക്കുള്ള ഫാക്കിഹത്തുകൾ അവർക്ക് അവിടെയുണ്ട്. വലഹും മായദ്ദഊൻ, വലഹും അവർക്കുണ്ട്, അവിടെയുണ്ട് മായദ്ദഊൻ, അവർ തേടുന്നതൊക്കെ അവിടെയുണ്ട്. യഅനി മായതമന്നൗന, അവരെന്ത് കൊതിക്കുന്നുവോ അതൊക്കെ അവിടെയുണ്ട്. യദ്ദഊൻ എന്ന് പറഞ്ഞാൽ യത്ലുബൂന എന്നർത്ഥമുണ്ട്, യതമന്നൗന എന്നർത്ഥമുണ്ട്. തമന്ന എന്ന് പറഞ്ഞാൽ കൊതിച്ചു, മോഹിച്ചു. തൊലബ യത്ലുബു എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അവരെന്ത് ആവശ്യപ്പെട്ടോ അതവിടെ റെഡിയാണ്. എന്തവർ മോഹിക്കുന്നുവോ അതവിടെ റെഡിയാണ്. എല്ലാം നൊടിയിട കൊണ്ട് അവരുടെ സമീപത്ത് എത്തിപ്പെടുകയാണ് എന്നാണ് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വഫീഹാ മാ തസ്തഹി, ഞാൻ നേരത്തെ പറഞ്ഞു, വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വ തലദ്ദുൽ അയുൻ. അത് സൂറത്ത് സുഹ്റുഫിലെ 71-ാമത്തെ ആയത്തായിരുന്നു. കണ്ണിന് കുളിർമയും ആനന്ദവുമുള്ളതും നിശ്ചന് കൊതി തോന്നുന്നതും ഒക്കെ എവിടെയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് സൂറത്ത് സുഹ്റുഫിലെ 71-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തന്നത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കവിടെ കേൾക്കാനുള്ള വാക്കുകൾ എപ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു മോശപ്പെട്ട വാക്കുകളില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. എവിടെ തിരിഞ്ഞാലും സലാം, ശാന്തി മലക്കുകളുടെ ഭാഗത്ത് നിന്ന്. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും. മലക്കുകൾ എല്ലാ വാതിലുകളിലൂടെയും സ്വർഗക്കാരുടെ സമീപത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചിട്ട് നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് ശാന്തി എന്നിങ്ങനെ സമാധാന സന്ദേശത്തിൻ്റെ ആ രൂപത്തിലുള്ള വാക്കുകളാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. എവിടെ തിരിഞ്ഞാലും അവിടെ വിദ്വേഷമില്ല, പകയില്ല, ചീത്ത പറയലില്ല, കുനിറ്റില്ല, അസൂയയില്ല, ഒന്നുമില്ല. എല്ലാവരും നല്ല വർത്തമാനങ്ങൾ, സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ. ഇതിനേക്കാളെല്ലാം ഉപരി സർവശക്തനായ റബ്ബാണത് പറയുന്നതെങ്കിലോ അതാണ് സലാം. ഖൗലം മിർ റബ്ബിർ റഹീം. സലാമുൻ, സലാം, സമാധാന ശാന്തി, സലാം. അതാരിൽ നിന്ന്? ഖൗലൻ, ഖൗലൻ ഒരു വചനമായി തന്നെ, മിർ റബ്ബിർ റഹീം, കരുണാനിധിയായ ഒരു രക്ഷിതാവിൽ നിന്നുള്ള ഒരു വചനം. അതങ്ങനെ കേൾക്കും. സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ സലി സലാമുൻ അലൈക്കും എന്നൊക്കെ പറയുമ്പോൾ റബ്ബ് രക്ഷയുടെ അവരുടെ എല്ലാ വിധത്തിൽ തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. സൂറത്തുൽ അഹ്സാബ് 44-ാമത്തെ ആയത്ത്. തഹിയ്യത്തുഹും അവരുടെ അഭിവാദ്യങ്ങൾ, യൗമ യൽഖൗനഹു അവർ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്ക് കിട്ടുന്ന അഭിവാദ്യം എന്തായിരിക്കും? സലാം. സലാമുൻ. അത് ഖൗലൻ, മറ്റുള്ളവരിൽ നിന്നുള്ളൊരു സലാം കിട്ടും പോലെ അല്ലല്ലോ. റബ്ബിൻ റഹീം, ഏറ്റവും അധികം കരുണ ചെയ്യുന്ന കരുണാവാരിധിയായ കരുണാനിധിയായ ഒരു രക്ഷിതാവിൽ നിന്നുള്ള വചനം തന്നെയായിരിക്കുമെന്ന് ആ സലാം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അവർ കേൾക്കുകയാണ് അല്ലാഹുവിൻ്റെ ആ ശബ്ദം, അതവർക്ക് കേൾക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ നമ്മൾ അഹ്ലുസുന്നയുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരല്പം പറയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വാക്കായിട്ട് അവർ കേൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹു മുതകല്ലിമാണ്. അള്ളാഹ് സംസാരിക്കുന്നവരാണ്.
അള്ളാഹുവിൻ്റെ കലാമ്. ഇപ്പം റബ്ബ് കേൾക്കും, സമഅ്, ബസർ, ഇറാദത്ത്, അതുപോലെ തന്നെ കലാമ്, മശീഅത്ത്, ഇതൊക്കെ അള്ളാഹുവിനുള്ള അവൻ്റെ ഗുണങ്ങളാണ്, റബ്ബിൻ്റെ ഗുണങ്ങളാണ് അതൊക്കെ. എന്നാൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ സൃഷ്ടികളുടെ ഏതെങ്കിലും ഒരു ഗുണത്തോട് സാദൃശ്യമുണ്ടോ? ഇല്ല. അപ്പം അള്ള കേൾക്കുന്നു, മനുഷ്യരും കേൾക്കുന്നു എന്ന് ഖുർആനിലില്ലേ? ഇന്നല്ലാഹ സമീഉൻ ബസീർ എന്ന് പറഞ്ഞ അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്, ഹല്ലത്താലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകും ശൈഅൻ മദ്കൂറാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവിടെ സമീഉൻ ബസീർ എന്ന് മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ കേൾവി മനുഷ്യന്റെ കേൾവി ഒരേപോലെയാണോ? അല്ല. ഇതേപോലെ റഹ്മാനായ റബ്ബിന്റെ സംസാരം, അള്ള സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ പറഞ്ഞൂടാ, സംസാരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അള്ളാഹു സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പോൾ അക്ഷരം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ അതിന് ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അശ്അരി അഖീദ നമ്മളെ മദ്രസ പഠിപ്പിക്കണേ. നമ്മളെ മദ്രസ പഠിപ്പിക്കുന്ന അഖീദ ഏതാണ്? അശ്അരി അഖീദയാണ്. അതിൽ സലഫി അഖീദക്ക് അഥവാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും പഠിപ്പിച്ച അഖീദയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് അശ്അരി അഖീദ. വലിയൊരു വിഷയമാണ് അത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇപ്പം അള്ളാഹു സംസാരിക്കുന്നത് പിന്നെ റഹ്മാനായ റബ്ബിൻ്റെ സംസാരം എന്ന് പറഞ്ഞൂടാ. അള്ളാഹ് സംസാരിച്ചു, അള്ളാഹിൻ്റെ സംസാരത്തിന് അക്ഷരങ്ങളുണ്ട്, ശബ്ദമുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു ന്യായം, അങ്ങനെ ആവുമ്പോൾ നമുക്ക് സൗണ്ട് പുറപ്പെടുന്നത് നാവുണ്ടായിട്ടും രണ്ട് ചുണ്ടൊക്കെ ഉണ്ടായിട്ടല്ലേ, അപ്പം അള്ളാഹ്ക്കും അതുണ്ട് എന്ന് വരൂലേ? സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നാവും രണ്ട് ചുണ്ടൊക്കെ വേണം എന്ന് അങ്ങനെ തന്നെ വാശി പിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയല്ലേ തകരാറ് പറ്റിയത്? അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് നമ്മുടെ കലാമുമായിട്ട് ഒരു നിലക്കും സാദൃശ്യമല്ലല്ലോ. സാദൃശ്യമുണ്ടോ? സാദൃശ്യമല്ല. ഇവിടെ ഇനി അള്ളാൻ്റെത് പോട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ സംസാരങ്ങളൊക്കെ ഒരേപോലെയാണോ? നമ്മൾ മനുഷ്യന്മാർ സംസാരിക്കുന്നത് തന്നെ എൻ്റെ സംസാര ശൈലിയാണോ നിങ്ങൾക്ക് പലർക്കും? നിങ്ങൾ ഒരാൾ മൈക്കിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാവും ഒരു കാര്യം പറഞ്ഞൊപ്പിക്കാൻ. അപ്പോൾ മനുഷ്യന്മാരൊരു കാര്യം പറയാനും ഒരു കാര്യം കേൾപ്പിക്കാനും തന്നെ വ്യത്യസ്ത രൂപത്തിലാണ്. ഇനി മനുഷ്യരാണ് പോട്ടെ, മറ്റുള്ള ജീവജാലങ്ങൾക്കിടയിലുമില്ലേ ആശയവിനിമയങ്ങൾ? അതല്ലേ ഇപ്പം അവർക്കിടയിലുള്ള സംസാരം. സുലൈമാൻ നബി അലൈഹിസ്സലാം വട്ടാളവും പോകുമ്പോൾ ഒരു ഉറുമ്പ് സംസാരിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഉറുമ്പിൻ്റെ സംസാരം സുലൈമാൻ നബിക്ക് അള്ളാഹു തആല കൽപ്പിച്ചു കൊടുത്തു. ഉറുമ്പ് എങ്ങനെയാണ് സംസാരിച്ചത്? നമ്മളമായി രണ്ട് ചുണ്ട് നാവൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് സംസാരിച്ച്. മൃഗങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? മറ്റ് ജന്തുജാലങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നീല അരിഫു ഹജറൻ ബി മക്ക, മക്കയിൽ ഒരു കല്ലിനെ എനിക്കറിയാം, അത് എന്നോട് സലാം പറയാറുള്ളൊരു കല്ലുണ്ടായിരുന്നു. അള്ളാൻ്റെ റസൂലിനോട് കല്ലെങ്ങനെ സലാം പറഞ്ഞിരുന്നത്? ഇങ്ങനെ വായ വിളിച്ചിട്ട് ഇങ്ങനെ രണ്ട് നാവൊക്കെ തീണ്ടിയിട്ട് സലാം പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ സംസാരം തന്നെ വ്യത്യസ്തം, മറ്റു ജന്തുജാലങ്ങളുടേത് വ്യത്യസ്തം, അതുപോലെ തന്നെ പിന്നെ അചരങ്ങളുടേത്, കല്ല് പോലെയുള്ള വസ്തുക്കളുടെ സംസാരങ്ങൾ വ്യത്യസ്തം. ഈ ആകാശഭൂമികളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടത് അത്തൈന താഇഈൻ, ആകാശവും ഭൂമിയും അള്ളാഹിനോട് ഞങ്ങളിതാ അനുസരണ ഉള്ളവരായിട്ട് ഇതിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അതെങ്ങനെയാണ് സംസാരിച്ച്? എങ്ങനെയാണ് സംസാരിച്ച്? ഓരോന്നിനും ഓരോന്നിൻ്റെതായ സംസാരമുണ്ട്. ഇപ്പം സൃഷ്ടികളായ മഖ്ലൂക്കുകളുടെ സംസാരങ്ങൾ തന്നെ ഒന്നൊന്നുപോലെ അല്ലെങ്കിൽ സർവ മഖ്ലൂക്കുകളിൽ നിന്നും വ്യത്യസ്തനായ ഖാലിഖായ അള്ളാഹുവിൻ്റെ സംസാരം എങ്ങനെ നമ്മുടെ സംസാരത്തോട് സാദൃശ്യപ്പെടുക? സാദൃശ്യമാവില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അള്ളാഹുവിൻ്റെ സംസാരത്തെ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സംസാരിക്കും എങ്ങനെ നമുക്ക് അറിഞ്ഞൂടാ. അവന് അനുയോജ്യമായ നിലക്കൊരു സംസാരം അവൻ സംസാരിക്കും. അതിന് അക്ഷരമുണ്ടോ? അക്ഷരമുണ്ട്. അതിന് സൗത്തുണ്ടോ? സൗത്തുണ്ട്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ എല്ലാവരും പറയുന്നത് എന്താണ്? കലാമുല്ലാഹ് വഖൈറുൽ കലാമി കലാമുല്ലാഹ്. സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സംസാരം അള്ളാൻ്റെ സംസാരമാണ്. അള്ളാൻ്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുടെ സംസാരമാണത്. അള്ളാഹുടെ സംസാരമാണത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആര് കേട്ടതാണ്? ജിബ്രീൽ കേട്ടതാണ്. അപ്പോൾ അതിന് സൗത്തുണ്ട്, ജിബ്രീൽ അത് കേട്ടു.
ആ ജിബിരിയിൽ കേട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഓതിക്കൊടുത്തതാണ്. ജിബിരിയിൽ നിന്ന് മുത്തു മുസ്തഫ കേട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള കുറേ ചർച്ചകളൊക്കെ നടത്തിയിട്ട് നമ്മളെ പഴച്ചോരാക്കുന്നുണ്ട് കുറേ ആളുകൾ. ഇവരിങ്ങനെ അള്ളാഹുവിൻ്റെ കലാമിന് ശബ്ദമുണ്ട് എന്ന് പറയുന്നവരാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞല്ലോ, വകല്ലമല്ലാഹു മൂസാ തക്ലീമ. അതിനർത്ഥം അള്ളാഹു മൂസാ നബിയോടൊരു സംസാരിച്ചു. എങ്ങനെയത്? അള്ളാഹ് സംസാരിക്കുന്നു, മൂസാ നബി കേൾക്കുന്നു. സൗത്തില്ലെങ്കിൽ ഇതെങ്ങനെ കേൾക്കല്? ഇടയിൽ യാതൊരു തർജുമാനില്ല, ഒരു പരിഭാഷകനില്ല, ഇടയിൽ വേറൊരു വസ്തു ആളൊന്നുമില്ല. റബ്ബിന്റെ സംസാരം ഇങ്ങനെ കേൾക്കാണ്. സൂറത്തു താഹയിൽ വാനഖ്തർതുക ഫസ്തമിഅ് ലിമാ യൂഹാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഒക്കെ അല്ലാഹ് അങ്ങനെ പറയുന്നത് ആര് കേൾക്കാണ്? മൂസാ അലൈഹിസ്സലാം കേൾക്കാണ്. പക്ഷെ സൗട്ടില്ലാതെ എങ്ങനെ കേൾക്കുക? ശബ്ദമില്ലാതെ എങ്ങനെ കേൾക്കുന്നത്? അപ്പൊ അത് നമ്മൾ ഇത്ര മനസ്സിലാക്കി. അവന് അല്ലാഹു തആല സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംസാരം പോലെയല്ല. അതിപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പം അള്ളാഹ് നമ്മളോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എല്ലാ രാത്രിയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്ലെയിൻ ഇറങ്ങും പോലെ, നമ്മൾ ഇറങ്ങും പോലെ എന്നൊക്കെ ഒന്നും അല്ലല്ലോ. അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അവൻ ഇറങ്ങുന്നുണ്ട്. അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് അവൻ അടുത്ത് അകലേനൊന്നുമില്ല. റബ്ബ് സംസാരിച്ചാൽ എല്ലായിടത്തും കേൾക്കും. റബ്ബ് സംസാരിച്ചാൽ അടുത്ത് അകലേന്നില്ല. നമുക്കതൊക്കെ ഉണ്ട്. അടുത്തുള്ളവരെ കേൾക്കുള്ളൂ, അകലുള്ളവർ കേൾക്കൂല. അപ്പം റബ്ബിൻ്റെ ശബ്ദം, റബ്ബിൻ്റെ സംസാരം സൃഷ്ടികളുമായി ഒരു നിലക്കും എന്താവൂല, സാദൃശ്യമാകുന്ന പ്രശ്നമേ ഇല്ല. അപ്പം അതൊക്കെ വലിയൊരു വിഷയമാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ ഖുർആൻ എന്ന് പറയുന്നത് സൃഷ്ടിയാണോ അല്ലേ എന്നുള്ളതൊക്കെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്ത മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ജയിലിലടച്ച് ചാട്ടവാറുകൊണ്ട് അടിച്ച് നിലം പരിശാക്കിയ ചരിത്രങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ വന്നതാണ്. അള്ളാഹിൻ്റെ കലാമുമായിട്ടുള്ള തർക്കത്തിലാണ് അന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ജയിലിലടക്കപ്പെട്ടതും അടികൊണ്ടതൊക്കെ. അപ്പോൾ അഖീദയുടെ വിഷയം വരുമ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം. നമ്മളെക്കുറിച്ച് സാധാരണ പേര് പറയും മുജാഹിദിൻ്റെ അള്ളാഹ് എന്നാ പറയാം, അല്ലെങ്കിൽ സലഫികളെ അള്ളാഹ്. നമ്മളെ അള്ളാഹ് ഇല്ല. അവരുടെ അള്ളാഹ് ഇങ്ങനെ ഇറങ്ങും കയറും കസാരിയിലൊക്കെ ഇരിക്കും, ഫയലൊപ്പിട്ടിട്ട് ഇങ്ങനെ മേലേക്ക് കയറിപ്പോകും, കയ്യും കാലും കണ്ണും വയറും ചന്തിയൊക്കെ ഉള്ള അള്ളയാണ് എന്നാണ് ഇവർ മുസ്ലിയാക്കന്മാർ പച്ച നോണ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മെപ്പോലെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. കടുത്ത കുഫർ നമ്മുടെ പേരിൽ ആരോപിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് എന്തൊക്കെ ഉണ്ട് എന്നാണോ പറഞ്ഞത്? നമ്മളെന്താ വിശ്വസിക്കുന്നത്? അതൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് ഏതെങ്കിലും വിധത്തിൽ അതിനെ തുല്യപ്പെടുത്താനോ സാദൃശ്യപ്പെടുത്താനോ ഉപമിക്കാനോ ഉദാഹരിക്കാനോ പറ്റൂല. പിന്നെ എന്താണ്? റബ്ബിനുള്ളതൊക്കെ അവന് ഖുർആനിലും ഹദീസിലും എന്തൊക്കെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. എങ്ങനെയെന്ന് നമ്മൾ ചോദിക്കാനും പോവില്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹുവിന് യോജിക്കുന്ന നിലക്ക് അതൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ മതി. അങ്ങനെ വിശ്വസിച്ചാൽ മതി. ഒരു സൃഷ്ടികളെ പോലെയും അല്ല അവൻ. ലൈസ കമിസിലിഹി ശൈഉൻ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. സൃഷ്ടികളും എല്ലാം കേൾക്കും കാണും ചെയ്യണില്ലേ? ആ വിഷയം പറഞ്ഞ ഉടനെ അല്ലാഹ് അതാ പറഞ്ഞത്, അവനെപ്പോലെ ഒന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അപ്പൊ സൃഷ്ടികളും കേൾക്കുന്നവരും കാണുന്നവരും ഇല്ലേ? വ്യത്യാസമാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ എല്ലാം വ്യത്യസ്തമാണ്. എന്നാ അള്ളാഹുവിന് ഖുർആനിലും ഹദീസിലും എന്തൊക്കെ പറഞ്ഞോ? യദുല്ലാഹി എന്നുണ്ട്, ഖുർആനിലും ഹദീസിലും ഉണ്ട്. അള്ളാഹിൻ്റെ കൈ എന്നുണ്ട് എന്ന് പറയുമ്പോഴേക്ക് നമ്മളങ്ങനെ 5 വിരൽ ഓർമ്മ വരിക. അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോഴേക്ക് നമ്മളിങ്ങനെ കസാരയിൽ ഇരിക്കുക എന്നാണ് സങ്കല്പിക്കല. എന്നിട്ട് അത് നമ്മളെ പേരിൽ ചാർത്തുക. അപ്പം ഇരിക്കണമെങ്കിൽ ചന്തി വേണ്ടേ? അപ്പം ചന്തി ഉള്ള അള്ളയല്ലേ വരെ അള്ളാഹ്. ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയാണ് ഈ മനുഷ്യ പിശാചുക്കൾ. ആലോചിച്ച് നോക്കണം. തനിച്ച കുഫർ, നമുക്കില്ലാത്ത വിശ്വാസം നമ്മുടെ മേൽ കെട്ടിവെച്ചിട്ട് അത് സ്റ്റേജിൽ ഇങ്ങനെ വിളിച്ച് ജനങ്ങളോട് പറയും അതാണ് ഇവരെ അള്ളാഹ്. അതുകൊണ്ട് പെട്ടുപോകണ്ട, മിണ്ടരുത്, തുടരരുത്, സലാം പറയരുത്. ഇതൊക്കെയാണ്. അപ്പം നമ്മളിത് മനസ്സിലാക്കണം. എന്താ നമ്മളെ വിശ്വാസം? നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ വിശ്വാസം എന്നുള്ള ആൾക്കല്ല. എന്താണ് അഹ്ലുസുന്ന ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് അതേ നമ്മൾ പറയുന്നു.
അതിലപ്പുറം നമുക്കൊരു വർത്താനല്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ ആ സ്വരം അവർ കേൾക്കുന്നതാണ് അവിടെ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൽ നിന്നുള്ള ഖൗലായിട്ട് ആ ഒരു വചനം തന്നെ ആയിരിക്കും അത് സലാം. എല്ലാ രൂപത്തിലുള്ള പോരായ്മകളിൽ നിന്നും സുരക്ഷിതരാണ് സ്വർഗത്തിൽ. കാരണം സ്വർഗത്തിൽ ഇനി മരണമല്ല, മരണത്തെ അവിടെ കേൾക്കൂല. മരണമില്ലാത്തതാണ്. പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, രോഗങ്ങളില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, കഷ്ടപ്പാടുകളില്ല. എപ്പോഴത്തെയും സുഖം, സന്തോഷം, സമാധാനം, ശാന്തി. അതാണ് സ്വർഗം. അല്ലാഹുമ്മ അദ്ഖിൽനാ. അപ്പോൾ സഹോദരങ്ങളെ, ഇതിപ്പോൾ സ്വർഗക്കാരായ ആളുകളെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ഈ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ളത് ഇന്ന് ധാരാളം ആളുകൾ ഇതൊരു ഒരുപാട് തവണ ആവർത്തിച്ചാൽ അതിന് വലിയ മഹത്വമുണ്ട് എന്നും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി ഇത് ധാരാളം തവണ ആവർത്തിക്കേണ്ടതുണ്ട് എന്നൊക്കെ സമൂഹത്തിൻ്റെ മുമ്പാകെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. 28 തവണ ഇത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അതുപോലെ 70 തവണ, ചിലർ പറയുന്നത് 313 വട്ടം, ചിലർ പറയുന്നത് 818 തവണ പറഞ്ഞാൽ, ചിലർ പറയുന്നു 1479 തവണ ഇതൊക്കെ ആവർത്തിച്ചാൽ ഏത് ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നു. അതിന് ഓരോന്നിന് പെണ്ണ് കിട്ടാത്ത ആൾക്കാർക്ക് അയാളിങ്ങനെ ചെല്ലുക, എനിക്ക് പെണ്ണ് കിട്ടണമെന്ന് പറയാം, കഴിയുമ്പോൾക്ക് കല്യാണ ആലോചന വരും. കുട്ടികളില്ലാത്തവരിതും ഇങ്ങനെ ചെല്ലുക, അവർക്ക് കഴിയുമ്പോൾ ഇങ്ങനെ കുട്ടികളുണ്ടാവും. ഇങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനൊക്കെ. ഇപ്പം നമ്മളെ നാട്ടിൽ കൊറോണ വന്ന സമയത്ത് ചില തങ്ങന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇതിങ്ങനെ അത് 28 വട്ടം എല്ലാ ദിവസവും പകർച്ചവ്യാധിയുള്ള കാലത്തൊക്കെ ഇതിങ്ങനെ ചൊല്ലിയാൽ പകർച്ചവ്യാധി ഒഴിവായി പോകും. പിന്നെ ഇത് 5 വട്ടം ഇത് എഴുതിയിട്ട് കയ്യിൽ കൊണ്ട് നടന്നാൽ എല്ലാ ആപത്തിൽ നിന്നും സുരക്ഷ ഉണ്ടാവും എന്നാണ്. പേപ്പറിൽ എഴുതിയിട്ടത് കയ്യിൽ വെക്കുക, എന്നിട്ട് അങ്ങനെ നടക്കുക. അപ്പോൾ ഒരാപത്തും പറ്റൂല. രാത്രിയും പകലും സംഭവിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷ ഉണ്ടാവും. കുത്തുബിയത്ത് ചെല്ലുമ്പോൾ കാണാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. കേട്ടോല്ലോ ആരെങ്കിലും ഉണ്ടോ അത് കൂട്ടത്തിൽ? നമ്മൾ കുത്തുബിയത്ത് ആരും കേട്ടിട്ടില്ലല്ലോ, കേൾക്കണ്ട. അപ്പോൾ കുത്തുബിയത്ത് എന്ന് പറയുന്നത് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കണം 1000 വട്ടം യാ ഗൗസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളക്കണച്ചിട്ട് പറയുന്ന വിളിയാണ്. ഇതിലാരും കുത്തുബിയത്ത് കണ്ടവരില്ലേ? കണ്ടിടോ? യാ ഗൗസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് പറയുന്നത്. 1000 വട്ടം വിളിക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള കുറേ ചൊല്ലിപ്പറച്ചല്ലിൻ്റെ ഈ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇപ്പോൾ ഷിയാക്കളുടെയൊക്കെ സൈറ്റുകളിലും ഷിയാക്കളുടെ ധാരാളം കിതാബുകളിലും അതിൽ നിന്ന് കടമെടുത്ത കേരള സമസ്തക്കാരുടേതായ വാദങ്ങളിലും സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ളത് ധാരാളം തവണ ആവർത്തിച്ചാൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുമെന്ന് വാദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം അതാണ്. ലാ അസ്ല ലഹു, അതിനടിസ്ഥാനമില്ല. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ളത് സ്വർഗക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവർക്ക് നൽകുന്ന ശാന്തിയുടെ അറിയിപ്പാണ്. അത് നിങ്ങൾ ഇത്ര തവണ ചൊല്ലിയാൽ നിങ്ങൾക്ക് ദുന്യാവിൽ ഇന്ന കാര്യം സാധിപ്പിച്ചു കിട്ടും, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് ഒന്നുകിൽ അള്ളാഹുവാണ്, അല്ലെങ്കിൽ ആ അള്ളാഹുവിങ്കൽ നിന്ന് വഹീ കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. രണ്ടിലും ഇതിന് രേഖയില്ല. പിന്നെ രേഖയുള്ളത് എവിടെയാണ്? ഇവരെ കുറേ പാള കിതാബുകളിൽ. അത് ഇസ്ലാമിലൊട്ട് പ്രമാണമല്ല. അപ്പോൾ ഉടനെ ചോദ്യം വരും, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എത്ര അക്ഷരാ മൗലവിമാരെ! ഒരക്ഷരത്തിന് 10 കൂലി കിട്ടൂലേ? രാമായണമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ തോന്നിയാസമൊന്നും അല്ലല്ലോ, ചീത്ത പറയൊന്നും അല്ലല്ലോ. ഖുർആനിലെ ഒരക്ഷരത്തിന് എത്ര കൂലിയാണ് പറഞ്ഞാൽ ഇപ്പം എന്താണ്? നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണില്ലെങ്കിൽ പറയേണ്ട മൗലവിമാരെ, പറയുന്ന നന്മ എന്തിനാ മുടക്കികളെ നിങ്ങൾ മുടക്കുന്നത് എന്നൊക്കെ ഇവർ ചോദിക്കാം. ഇവർക്ക് സ്ഥിരം പതിവാണ്. നമ്മൾ ഇവർ ചെയ്യുന്ന ഏതെങ്കിലും വിധേയത്തിനെ എതിർക്കുമ്പോൾ പറയും നന്മ മുടക്കികളതാ, നന്മ മുടക്കികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിയിൽ കമൻ്റ് ചെയ്തു. നിങ്ങൾ മുടക്കികൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി, നന്മ മുടക്കികൾ എന്ന് പറയരുത്. കാരണം നന്മ ആവണമെന്നെങ്കിൽ അത് അള്ളാൻ്റെ റസൂലോ അള്ളയെ പഠിപ്പിക്കുമ്പോഴേ ഒരു കാര്യം നന്മേ ഉള്ളൂ. അത് മുടക്കുന്നുണ്ടെങ്കിൽ ആയിരിക്കോളി നന്മ മുടക്കികൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളിങ്ങനെ ചെല്ലുന്നത് പലതും ഞങ്ങൾ മുടക്കലുണ്ട്.
അത് മുടക്കികൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു നന്മയും മുടക്കല്ല. ഒരു കാര്യം നന്മയാകണം എന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുടെ റസൂലും പഠിപ്പിക്കുന്നതേ എന്താവുള്ളൂ, നന്മയാവുള്ളൂ. ഇപ്പം എനിക്കിങ്ങനെ തോന്നുകയാണ്, നാളെ നീറ്റപ്പോൾ നല്ല ഉന്മേഷമുണ്ട്, ഇന്ന് ഞാൻ 4 റക്അത്താണ് സുബഹിസ്കരിക്കണത്. ഒരാൾ 4 റക്അത്താണ് നിസ്കരിച്ചു, നീട്ടിയാണ് നിസ്കരിച്ചു. അപ്പോൾ അയാളോട് ഒരുത്തൻ പറഞ്ഞു, എൻ്റെ നിസ്കാരം നരകത്തിൽക്കാ പോകുക. ഞാൻ 4 റക്അത്ത് നിസ്കരിച്ചില്ലേ, എന്നാൽ 2 ഫാത്തിഹ അധികം കിട്ടിയില്ലേ, ഒരു ഫാത്തിഹയിൽ എത്ര അക്ഷരങ്ങളുണ്ട്, റുക്കൂ ചെയ്തില്ലേ, സുജൂദ് ചെയ്തില്ലേ, എത്ര ദിക്റ് ചൊല്ലി, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നന്മ ആരാ തീരുമാനിക്കേണ്ടത്? അള്ളാൻ്റെ റസൂൽ. അതാ അതോറിറ്റി. അവിടെ തീരുമാനമാവാത്തത് നന്മയാവില്ല. നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇന്നത് നന്മയാണെന്ന് പറയാൻ നമുക്ക് അധികാരമില്ലല്ലോ. അത് ശാരിആയ മതത്തിൻ്റെ നിയമ നിർമ്മാതാവായ അള്ളാഹുവിനല്ലേ അതിന് അധികാരമുള്ളൂ. അവനല്ലേ ശാരിഅ. അതിൽ നമുക്ക് നിയമം നിർമ്മിക്കാൻ അധികാരമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു നന്മയും മുടക്കുന്നില്ല. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ പലപ്പോഴും പലതിനെയും നമ്മൾ അത് സുന്നത്തില്ല, ഇത് ചൊല്ലണ്ടെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പലരും ചോദിക്കുന്നൊരു ചോദ്യം, എന്താ പതക്കന് അതൊക്കെ ഇപ്പം എത്ര കാര്യമാക്കണ്ട, ഖുർആനോദല്ലേ, അല്ലെങ്കിൽ ഒരു ദിക്റിയല്ലല്ലേ, അല്ലെങ്കിൽ ഒരു സലാത്തിയല്ലല്ലേ, അതിനൊക്കെ ഇപ്പം എന്താ ഒരു തെറ്റ് പറയുള്ളത്, ചെയ്യണവർ ചെയ്തോട്ടെ എന്ന്. അങ്ങനെ എന്ത് പറയാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? ഈ ബേസ് അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യം നന്മയാണെങ്കിലാണ് അത് മുടക്കുന്നൊരു തെറ്റ്, നന്മയല്ലെങ്കിലോ അത് മുടക്കാം. അത് തിന്മയായി മാറും എപ്പോൾ? ഇത് മതത്തിലൊരു കാര്യമാണെന്ന് വാദിക്കും കൂടി ചെയ്യുമ്പോൾ. ഒരാൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 1000 2000 കണക്കല്ലാത്ത തവണ ആവർത്തിച്ചു എന്ന് കൂട്ടിക്കോളും. തെറ്റുണ്ടോ? അത് മനസ്സിലാക്കിക്കോളിട്ടോ. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനാണ് പറയാം. ഒരാൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് കുറേ തവണ പറയണം, എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുമില്ല. അയാൾക്ക് ഓരോ അക്ഷരത്തിന് 10 കൂലി ആവർത്തിക്കുമ്പോഴൊക്കെ കിട്ടും. ഖുർആൻ്റെ എവിടുന്ന് നമുക്ക് ആവർത്തിച്ചൂടെ? അതേ അവസരത്തിൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് പ്രത്യേകമായി എൻ്റെ ഇന്ന ഒരാവശ്യം വീടുവാൻ ഇത്ര തവണ 28, 70, 313, 818, 1479 എന്നൊക്കെ പ്രത്യേക എണ്ണം വെച്ച് അതിന് മഹത്വം നിശ്ചയിച്ച് ഞാനത് ചൊല്ലുമ്പോൾ അത് ബിദ്അത്തായി. അതാണ് വ്യത്യാസം. ഒരാൾ പിന്നെ പാലം കടന്നിങ്ങനെ പോകുമ്പോൾ അയാളിങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ സലാത്തില്ലുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്, അയാളിങ്ങനെ സലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ അയാൾ ഒരു ബ്രിഡ്ജ് കടന്ന് പോകേണ്ട, ഒരു പാലം കടന്ന് പോകേണ്ട തൂട്ടിക്കൊള്ളി, അയാൾ ആദ്യം ഇങ്ങനെ പോകേണ്ട, അയാൾ സലാത്ത് ചെല്ലുന്നുണ്ട്. തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷെ ഒരാൾ ഒരു പാലം കിടക്കണം, അവിടെ എത്തിയപ്പോൾ അയാൾക്ക് വിചാരിച്ചു പാലം കിടക്കുമ്പോൾ ഒരു 10 സലാത്ത് ചെല്ലൽ സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച അയാൾ പാലത്തമ്മൽ കൂടി നടക്കുമ്പോൾ ഒരു 10 സലാത്ത് ചെല്ലല്ലോ. അപ്പം എന്തായി? അത് ബിദ്അത്തായി. അപ്പം അങ്ങ് മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിലുള്ള കൺഫ്യൂഷനൊക്കെ അവസാനിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരായ ആളുകളോട് പറയുന്ന ആ സംസാരമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അത് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ സംസാരങ്ങളാണ്. ഇനി നരകവാസികളായ ആളുകളെ വേറിട്ട് നിർത്തുന്നതും അവരോടുള്ള സംസാരവുമാണ് നമുക്ക് അടുത്ത ആയത്തുകളിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്കതിനെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങാം. റഹ്മാനായ റബ്ബ് നമ്മളിതുവരെ കേട്ടതായ സ്വർഗീയമായ ആനന്ദങ്ങൾക്ക് അവകാശികളായി മാറുന്ന സജ്ജനങ്ങളിൽ, മഹാഭാഗ്യവാന്മാരിൽ നമ്മയും നമ്മുടെ ഇണകളെയും മക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള കൺകുളിർമ നൽകി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വപാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.